എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഡൊമിസൈൽ സർട്ടിഫിക്കറ്റും റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ്. രണ്ടും സെയിം ആണെന്ന് പലർക്കും തോന്നും, പക്ഷേ ചെറിയ ഡിഫറൻസ് ഉണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണൂ. ആദ്യം റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് എന്തെന്ന് നോക്കാം. ഇത് നിങ്ങൾ ഇപ്പോൾ താമസിക്കുന്ന അഡ്രസ്സ് പ്രൂവ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് ആണ്. സിമ്പിളായി പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ എവിടെ താമസിക്കുന്നു എന്ന് കാണിക്കുന്ന ഡോക്യുമെൻ്റ്. ഇത് സാധാരണ ആധാർ, കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, വോട്ടേഴ്സ് ID ഉപയോഗിച്ച് എളുപ്പത്തിൽ കിട്ടും. ഇനി ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് എന്തെന്ന് നോക്കാം. ഇത് നിങ്ങളുടെ പെർമനൻ്റ് സ്റ്റേറ്റ് അല്ലെങ്കിൽ നേറ്റീവ് പ്ലേസ് പ്രൂവ് ചെയ്യുവാനുള്ള സർട്ടിഫിക്കറ്റ് ആണ്. സിമ്പിളായി പറഞ്ഞാൽ ഇത് എൻ്റെ സ്ഥിര താമസ സ്ഥലം ഏത് ആണ് എന്നാണ് കാണിക്കുന്നത്. ഇത് കിട്ടാൻ കൂടുതൽ പ്രൂഫ് വേണം. ബർത്ത് സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ്, ആധാർ കാർഡ് എന്നിവ ആവശ്യമാകും. മെയിൻ ഡിഫറൻസ് നോക്കാം. റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് എന്നാൽ കറൻറ്റ് അഡ്രസ് പ്രൂഫാണ്. ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് എന്നാൽ പെർമനൻ്റ് അഡ്രസ് പ്രൂഫാണ്. റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് എളുപ്പത്തിൽ കിട്ടും. ഡൊമിസൈൽ ആണെങ്കിൽ കുറച്ച് സ്ട്രിക്റ്റ് ആണ്. റെസിഡൻഷ്യൽ ലോക്കൽ യൂസിന് ഉപയോഗിക്കുന്നു. ഡൊമിസൈൽ ജോബ്സ്, റിസർവേഷൻ, സ്റ്റേറ്റ് ക്വാട്ട എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നു. ഇത് എവിടെയെല്ലാം യൂസ് ചെയ്യാം. റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് കോളേജ് അഡ്മിഷൻ, ബേസിക് വെരിഫിക്കേഷൻ. ഡൊമിസൈൽ സർട്ടിഫിക്കറ്റ് ഗവൺമെൻറ് ജോബ്സ്, സ്റ്റേറ്റ് ക്വാട്ട, റിസർവേഷൻ, ബെനിഫിറ്റ്സ്. ഈസിയായി ഓർക്കാൻ റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റ് എന്നാൽ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെ അഡ്രസ്സ്. ഡൊമിസൈൽ എന്നാൽ നമ്മുടെ സ്ഥിര താമസം, നമ്മുടെ നേറ്റിവിറ്റി, കേരളാലിറ്റി, അങ്ങനെ ഉള്ള കാര്യങ്ങൾ അറിയാനായി. ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇതുപോലെ യൂസ്ഫുൾ വീഡിയോസ് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.